പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു നിർണായക നീക്കത്തിന് തയ്യാറെടുക്കുന്നു. ഇറാന്റെ കിരീടത്തിലെ രത്നം എന്ന് ട്രംപ് തന്നെ വിശേഷിപ്പിച്ച ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്കൻ സൈന്യത്തെ നേരിട്ടിറക്കാനാണ് പെന്റഗണിന്റെ പുതിയ ആലോചന. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ച കോംപ്രമൈസ് ചെയ്യാനാണ് ഇറാന്റെ സർവനാശത്തിന് കാരണമായേക്കാവുന്ന ഈ നീക്കത്തിന് ഇപ്പോൾ അമേരിക്ക തുനിയുന്നത്. എന്താണ് ആ വീഴ്ച എന്നല്ലേ? തുടർന്ന് കേൾക്കുക. ഗൾഫ് മേഖലയിലെ എണ്ണ വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം ആഗോളതലത്തിൽ വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഉപരോധം പൊളിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ട്രംപ് കണ്ടെത്തിയ ഏറ്റവും വലിയ പോംവഴിയാണ് ഖാർഗ് ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നത്. ഇറാന്റെ മൊത്തം ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്നത് തീരത്ത് നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ഈ ചെറിയ ദ്വീപിലൂടെയാണ്. ഈ ദ്വീപ് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്താൽ അത് ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കും. അമേരിക്കൻ സൈന്യം നേരിട്ട് മണ്ണിലിറങ്ങിയുള്ള ഈ നീക്കത്തെ ഇറാൻ ഭരണകൂടത്തിന് ഏൽക്കുന്ന ഒരു സാമ്പത്തിക നോക്കൌട്ട് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആക്സിയോസ് വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത്. യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നല്ലോ. ഖമേനി ഭരണകൂടത്തെ താഴെ ഇറക്കാൻ അമേരിക്കൻ സൈന്യം നേരിട്ട് ഇറാനിലെത്തി അവിടുത്തെ പ്രക്ഷോഭകർക്ക് പിന്തുണ നൽകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇറാന്റെ സങ്കീർണമായ ഒരു ഭൂപ്രകൃതി ഒരു കരയുദ്ധം അമേരിക്കയ്ക്ക് വലിയ തോതിൽ ദുഷ്കരമാക്കി. അതിലുപരി ഇറാൻ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചിരുന്ന 60% വരുന്ന ജനങ്ങളുടെ മനോഭാവത്തിൽ ഇപ്പോൾ വലിയ മാറ്റവും വന്നിട്ടുണ്ട്. യുദ്ധത്തിന്റെ ആദ്യ ദിവസം അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഒരു സ്കൂൾ തകർക്കപ്പെടുകയും 160 നിഷ്കളങ്കരായ കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തത് വലിയ തിരിച്ചടിയായി. ഈ ഗുരുതരമായ തെറ്റിനു ശേഷം IRGC ഭരണകൂടത്തിനെതിരെ നിന്നിരുന്ന ഇറാനിയൻ ജനങ്ങൾ ഇപ്പോൾ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ചിലർ ഇപ്പോൾ IRGCയെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ നിഷ്പക്ഷ നിലപാടിലാണ്. ആഭ്യന്തര പ്രക്ഷോഭകരുടെ പിന്തുണ കുറയുകയും ഒരു കരയുദ്ധം അസാധ്യമാവുകയും ചെയ്ത സാഹചര്യത്തിൽ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് മറ്റു വഴികൾ തേടേണ്ടി വന്നിരിക്കുന്നു. അതിനുള്ള ഏക മാർഗമായാണ് അമേരിക്ക ഖാർഗ് ദ്വീപിനെ കാണുന്നത്. അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേൽ ഇപ്പോഴും ഇറാനിലെ ഒരു സൈനിക അധിനിവേശത്തിന് പൂർണ്ണമായി അനുകൂലമല്ല. ജനങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സമ്മർദ്ദമാണ് അമേരിക്കയും ഇസ്രയേലും തുടരേണ്ടത് എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. എങ്കിലും അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം ഉൾപ്പെടെയുള്ളവർ ട്രംപിന്റെ ഈ നീക്കത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട്. ഖാർഗ് ദ്വീപ് ആര് നിയന്ത്രിക്കുന്നുവോ അവർ ഈ യുദ്ധത്തിന്റെ വിധി നിർണ്ണയിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്കൻ സൈന്യം നേരിട്ടിറങ്ങിയാൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാന്റെ വലിയ തിരിച്ചടി ഉണ്ടായേക്കാമെന്ന വലിയ അപകട സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനും ഇറാനെ സാമ്പത്തികമായി തകർക്കാനും ട്രംപ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് സാധ്യത. ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ ഒരൊറ്റ ദ്വീപിലേക്കാണ്. കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതായിരിക്കും ഈ യുദ്ധത്തിന്റെ അവസാനത്തെ വാക്ക്. ന്യൂസ് ഡെസ്ക് മലയാളം.